Hi all, welcome back. So last working note number 5 group retained earnings ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രൂപ്പ് റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് വെച്ചാൽ എന്താ, ആസ് എ നെയിം സജസ്റ്റ് ഗ്രൂപ്പിന്റെ റീറ്റെയിൻ ഏർണിംഗ്സ് ആണ്. സോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇതിലുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരന്റ് പ്ലസ് സബ്സിഡറി ഇവർ രണ്ടാളും കമ്പൈൻ ചെയ്ത് വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. സോ പാരന്റിന്റെ മൊത്തം പ്രോഫിറ്റ്സ്, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരന്റ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇതാണ് അസ്യൂം ചെയ്യുക, അതേപോലെ സബ്സിഡറി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇതാണ് അസ്യൂം ചെയ്യുക. ഇതിൽ പാരന്റിന്റെ ഫുൾ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, ഗ്രൂപ്പിനുള്ളത് തന്നെയാണ്. പാരന്റിന്റെ ഫുൾ പ്രോഫിറ്റ് നമ്മുടെ ഗ്രൂപ്പിനുള്ളത് തന്നെയാണ്, പാരന്റിനുള്ളത് തന്നെയാണ്. ഇതേപോലെ സബ്സിഡറി ഉണ്ടാക്കുന്ന മൊത്തം പ്രോഫിറ്റ് ആർക്കുള്ളതല്ല, ഗ്രൂപ്പിനല്ല, പാരന്റിനുള്ളതല്ല. അവിടെ വേറൊരാളും കൂടി ഇൻവോൾവ് ആണ്. ആരാണ്? NCI ഇൻവോൾവ് ആണ്. സോ ലെറ്റ്സ് സേ 80% ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ബാക്കി 20% ഹോൾഡ് ചെയ്യുന്ന ഒരാളുണ്ട്, NCI. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച NCI ഇല്ലേ. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പിന് ഇവിടെ കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ 100%, പാരന്റിൻ്റെ 100%, സബ്സിഡറിൻ്റെ 80%. 80% ഈ ക്വസ്റ്റ്യനിലാണ്. ഇനിയിപ്പോൾ 70-30 ആണ് ഹോൾഡിംഗ്, 70% ആണ് വരിക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരന്റിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് സബ്സിഡറിയിൽ എത്രയാണോ അത് പ്ലസ് പാരന്റിന്റെ മൊത്തം, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. സോ സിംപ്ലി പറഞ്ഞാൽ ഗ്രൂപ്പ് റീറ്റെയിൻസ് ഇത്രേ പറയാനുള്ളൂ. പാരന്റിന്റെ മൊത്തം പ്രോഫിറ്റും അല്ലെങ്കിൽ പാരന്റിന്റെ മൊത്തം റീറ്റെയിൻഡ് ഏർണിംഗ്സും സബ്സിഡറിന്റെ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ പാരന്റിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ഷെയറും അതും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അത് തന്നെയാണ് ഇവിടെ ഒരു ഫോർമുല പോലെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 5. സോ വർക്കിംഗ് നോട്ട് നമ്പർ 5 ഫസ്റ്റ് പറയാനുള്ളത് പാരന്റ്സ് ഷെയർ ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, അതായത് പാരന്റ്സ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്, പാരന്റിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ FS തരുന്ന സമയത്ത് പാരന്റിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് തന്നിട്ടുണ്ടാവും. റിപ്പോർട്ടിംഗ് ഡേറ്റിൽ അതിൻ്റെ 100% അത് ഡയറക്റ്റ്ലി അവർ തന്നിട്ടുണ്ടാവും. അത് മൊത്തം എടുത്തിട്ട് ഇവിടെ എഴുതുക. ലെറ്റ്സ് സേ അവിടെ തന്നിരിക്കുന്നത് 20,000 ആണെങ്കിൽ ആ 20,000 ഡയറക്റ്റ്ലി എടുത്ത് ഇവിടെ എഴുതുക. വേറെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ തരുന്ന ഡയറക്റ്റ് ഫിഗർ ആണ്. അതെന്താ നമ്മൾ എടുത്ത് എഴുതിയത്, പാരന്റ് കമ്പനീൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിലുള്ള മൊത്തമായിട്ടുള്ള റീറ്റെയിൻഡ് ഏർണിംഗ്സ് എത്രയാണ് അതെടുത്ത് ഇവിടെ എഴുതുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് പാരന്റ് ഷെയർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് സബ്സിഡറീസ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. അതെന്താ നമുക്ക് നോക്കാം. സോ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. സോ അതെന്തായിരുന്നു, നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഇവരുണ്ടാക്കിയ ലാഭം, സബ്സിഡറി ഉണ്ടാക്കിയ ലാഭത്തിലേ നമുക്ക് അവകാശമുള്ളൂ. അതിന് മുൻപ് ഉണ്ടാക്കിയ ലാഭത്തിൽ നമുക്ക് അവകാശമില്ല. സോ അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സോ നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ലാഭത്തിന്റെ മൊത്തം നമുക്കുള്ളതാണോ? അല്ല, ഒരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആരാ? NCIക്ക് തൊട്ട് മുമ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ ബാക്കിയുള്ള ഇത്രയും നമുക്ക് എടുക്കാം. ബാക്കി 20% നമ്മൾ NCIക്ക് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് പാരന്റ് ഷെയർ ഓഫ് സബ്സിഡറീസ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് എന്താ, ഈ 20% NCIക്ക് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ 80% ആർക്ക് കൊടുക്കണം? ഗ്രൂപ്പിന് കൊടുക്കണം. സോ വർക്കിംഗ് നോട്ട് നമ്പർ 5 ബേസിക് ആയിട്ട് ഇതേ പഠിക്കാനുള്ളൂ. ഇനീഷ്യലി ആരുടെ ഫിഗർ ഉണ്ടാവും? ഗ്രൂപ്പിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. സോറി, ഗ്രൂപ്പിന്റെ അല്ല, പാരന്റിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. അതെടുത്ത് എഴുതുക. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ആരുടെ? സബ്സിഡറിന്റെ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എടുത്തിട്ട് നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷമുള്ള റീറ്റെയിൻഡ് ഏർണിംഗ്സ് എടുത്തിട്ട് പാരന്റിന്റെ പെർസെൻറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 80-20% ആണെങ്കിൽ 80% എടുത്ത് എഴുതാം. സോ ഇത്രയേ ഉള്ളൂ വർക്കിംഗ് നോട്ട് നമ്പർ 5. പക്ഷേ ഇതിന്റെ എക്സ്ട്രാ വർക്കിംഗ്സ്, അതായത് എന്താ പറയുക, ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ റീവാലുവേഷൻ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ഇനി ആഡ് ഓൺ ചെയ്യാനുണ്ട്. അത് മൂവിങ് ഫോർവേഡ് നമ്മൾ പഠിക്കുകയുള്ളൂ. പക്ഷേ ഇനീഷ്യലി നിങ്ങൾ ഇത്രയാണ് പഠിക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിക്വയർമെൻറ്റ് ഇനീഷ്യലി വായിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എൻ്റെ സെൽഫായിട്ട് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പം കേട്ട നോളജ് വെച്ച് നിങ്ങൾ സെൽഫായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്തിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ചെയ്തെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റിക്വയർമെൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്, ഇൻ ദ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ Tom and its subsidiary Jerry at 31st December 2019, what amount should appear as group reserve? So group reserve ആയിട്ട് നമ്മളെ കൺസോളിഡേറ്റഡ് FSൽ എത്രയാണ് ഫിഗർ വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഏതാ ഡേറ്റ് തന്നിരിക്കുന്നത്? റിപ്പോർട്ടിംഗ് ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ എത്രയാണ് ഫിഗർ വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ സെനേരിയോ വായിക്കുന്ന സമയത്ത് അറ്റ്
1st January 2018. സോ ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത്, അതായത് അക്വിസിഷൻ ഡേറ്റ് വരുന്നത് 1st January ആണ്. നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 1st January 2018 വാങ്ങി നമ്മൾ, എന്നിട്ട് 2018 കഴിഞ്ഞു 2019 ഡിസംബറിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഡേറ്റിലുള്ള ഫിഗറാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോം അക്വയർഡ് 80% ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ജെറി ഫോർ $1 lakh. At that date, the share capital of Jerry Company consisted of 15,000 equity shares. So 15,000 എന്ന് പറയുന്നത് ഫിഗർ അല്ല, എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് ആണ്. 50,000 ഷെയർസ് ആണ്, ഇക്വിറ്റി ഷെയർസ് ആണ് ജെറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ 80% നമ്മൾ അക്വയർ ചെയ്തു. അതിന് കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. ഇത്രയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ $1 തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിസർവ്സ് വെയർ, അവരുടെ കയ്യിലുള്ള റിസർവിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്, 13,000 ആയിരുന്നു അവരുടെ കയ്യിലുള്ള റിസർവ്സ്. സോ ഈ റിസർവ്സ് എന്ന് വെച്ചാൽ റീറ്റെയിൻ ഏർണിങ്സിനൊക്കെയാണ് നമ്മൾ റിസർവ്സ് എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അറ്റ് 31st December 2019. സോ ഇത്രയും തന്നിരിക്കുന്ന ഡാറ്റ, ഇവിടം വരെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ അക്വയർ ചെയ്ത സമയത്തുള്ള ഫിഗേഴ്സ് ആയിരുന്നു. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ അക്വയർ ചെയ്ത സമയത്തുള്ള ഫിഗേഴ്സ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താ, നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റത്തെ കഥയാണ്. അറ്റ് 31st December 2019 ദ റിസർവ്സ് ഓഫ് ടോം കമ്പനി ആൻഡ് ജെറി കമ്പനി വെർ ആസ് ഫോളോസ്. സോ ടോം കമ്പനീൻ്റെയും ജെറി കമ്പനീൻ്റെയും റിസർവ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആരുടെ ആവശ്യമുള്ളൂ, നമുക്ക് സബ്സിഡറിൻ്റെ ഫിഗർ കിട്ടിയാൽ മതി. നമുക്ക് പാരൻറ്റിൻ്റെ കിട്ടിയാൽ മതി. സോ പാരൻ്റ് ആരാ, ടോം ആണ്. ടോമിനെ നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്തുള്ള ഫിഗേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റുള്ള ഫിഗറാണ് ഇവിടെ കണ്ടെത്തുന്നത്. വർക്കിംഗ് നോട്ട് നമ്പർ 5 ആണ് നമ്മൾ കണ്ടെത്തുന്നത്, ഗ്രൂപ്പ് റീറ്റെയിൻ ഏർണിങ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് റിസർവ്സ്. സോ അതിൻ്റെ ഫിഗർ വരേണ്ടത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് മനസ്സിലാവും, പാരൻറ്റിൻ്റെ പ്രോഫിറ്റ്, പാരൻറ്റിൻ്റെ റീറ്റെയിൻ ഏർണിങ്സ് അറ്റ് ദ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാരൻറ്റിൻ്റെ റീറ്റെയിൻ ഏർണിങ്സ് ആദ്യം നമ്മൾ എഴുതണം. അതാണ് ഇവിടെ തന്നിരിക്കുന്ന 4 lakh എന്ന് പറയുന്നത്. സോ ഈ 4 lakh ടോമിന് കൊടുത്തിരിക്കുന്ന ഈ 4 lakhൻ്റെ ഫിഗർ എന്താ, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടോമിൻ്റെ റിസർവ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫിഗറാണ് 4 lakh എന്ന് പറയുന്നത്. സോ ആ 4 lakh എടുത്തിട്ട് നമ്മളിവിടെ എഴുതാം 4 lakh. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് പോസ്റ്റ് അക്വസിഷൻ റീറ്റെയിൻ ഏർണിങ്സ് എത്രയുള്ളതാണ്. അത് ജസ്റ്റ് ഒരു ടൈം ലൈൻ വെച്ച് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 2018 1st January 2018 ആയിരുന്നു. ഇതേപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ 31st December 2019 കഥയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫിഗർ ഉണ്ടല്ലോ, ഇവരുടെ റിസർവ് നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിലുള്ള ഫിഗർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 13,000. സോ 13,000 നമ്മൾ അക്വയർ ചെയ്യുന്ന ഡേറ്റിലുള്ള ഫിഗറാണ്. നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത്, വാങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിലായിരുന്നു 30,000 എന്ന് പറയുന്ന ഫിഗർ. ഇതിൽ നമുക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഇല്ല. നമ്മൾ വാങ്ങുന്നതിന് മുൻപ് അവർ ഉണ്ടാക്കി വെച്ച ലാഭമാണ്, അതിൽ നമുക്ക് അവകാശമില്ല. നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഇവരെന്താണ് ഉണ്ടാക്കിയത്, അത് മാത്രമേ നമുക്ക് അവകാശപ്പെട്ടുള്ളൂ. സോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റിൽ ഇവിടെ ഫിഗർ എത്രയാണ് വരുന്നത്, 15,000 ആണ് വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഇവർ ഉണ്ടാക്കി വെച്ച എത്രയായിരുന്നു, 13,000 ആയിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് 15,000 ആയി മാറി. സോ ഇവിടെ വന്ന് ചേഞ്ച് ആണ് എന്ത്, പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. 30,000 നിന്നും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 50,000 ആയി. സോ എക്സ്ട്രാ വരുന്ന 20,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് അതാണ് 20,000. സോ ഈ 20,000 മൊത്തമായിട്ട് എടുത്ത് പാരൻറ്റിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന് ആർക്കൊക്കെ അവകാശികളായിട്ടുണ്ട്, പാരൻറ്റും ഉണ്ട്, അതേപോലെ NCI ഉണ്ട്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാരൻറ്റിൻ്റെ കഥയാണ്. ഇവിടെ നമുക്കറിയാം 80% ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. സോ 80%, ഇതിൻ്റെ 80% എടുക്കണം. 18% വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക, 80% വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 16,000 ആണ് കിട്ടുക. സോ 16,000 ആർക്ക് വരണം, പാരൻറ്റിന് വരണം. ഓക്കെ, സോ നമ്മൾ ഇനീഷ്യലി കണ്ടെത്തിയതാ, നമുക്കിവിടെ തന്നെ എഴുതാം. നമ്മൾ ഇവിടെ ഇനീഷ്യലി കണ്ടെത്തിയ ഒരു 4 lakh ഉണ്ടായിരുന്നു. ഈ 4 lakhൻ്റെ കൂടെ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് പാരൻറ്റിൻ്റെ ഷെയർ ആണിത്. പാരൻറ്റിൻ്റെ ഷെയർ നമ്മൾ കൊടുത്തു. ഓക്കെ, പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പാരൻറ്റിൻ്റെ ഷെയർ എന്ന് പറയുന്നത് എത്ര, 16,000 ആണ്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 4,16,000. 4,16,000 ആണ് ആൻസർ വരേണ്ടത്, വിച്ച് ഈസ് ഓപ്ഷൻ സി. ഇതായിരിക്കണം നിങ്ങളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യുന്നതാണെങ്കിൽ വർക്കിംഗ് നോട്ട് നമ്പർ 5 നമ്മൾ എന്താ പഠിച്ചത്, ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വെച്ചാൽ ആരുടെയൊക്കെ റീറ്റെയിൻഡ് ഏർണിങ്സാ, പാരൻറ്റിൻ്റെ മൊത്തമായിട്ട് 100% റീറ്റെയിൻഡ് ഏർണിങ്സ്
പ്ലസ് സബ്സിഡറിൻ്റെ നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ലാഭം, വിച്ച് ഈസ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ നമുക്ക് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ്. ഈ കേസിൽ 80% ആയിരുന്നു നമുക്ക് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ പാരൻറ്റിൻ്റെ 100%, സബ്സിഡറിൻ്റെ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ 80% കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് നമ്മുടെ ഗ്രൂപ്പ് റിസർവ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് FSൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. സോ ഇതോടുകൂടി 5 വർക്കിംഗ് നോട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തു. പക്ഷേ ഇത് വളരെ ബേസിക് ലെവലാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കിത് കുറേ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ, ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ, പെർപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ കൂടി വർക്കിംഗ് നോട്ട്സിൻ്റെ ഒക്കെ ലെങ്ത് കൂടി വരും. സോ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലാണ് പഠിക്കാനുള്ളത്. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.